ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിദ്യ വിദൂസ് യൂട്യൂബ് ചാനൽ. നാട്ടിൽ നല്ല മഴക്കാലമായോണ്ട് ഇടയ്ക്കിടയ്ക്ക് കൂണ് കിട്ടാറുണ്ടെന്ന് വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്തൊക്കെ അമ്മ പറയും. അത് കേട്ട് കൊതിയടക്കാനാവാത്തോണ്ട് ഒന്നും നോക്കിയില്ല, അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് പോയിട്ട് 2 പാക്കറ്റ് കൂണ് വാങ്ങി. ഇന്ന് നമുക്കൊരു അടിപൊളി വറുത്തരച്ച കൂൺ കറി ഉണ്ടാക്കി നോക്കാം. എന്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കുക്കിംഗ് വീഡിയോ ആണ്, അതുപോലെ എന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ കൂടിയാണ്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂൺ എവിടെ നിന്ന് കിട്ടിയാലും ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ വൃത്തിയാക്കി എടുത്ത് നമ്മുടെ കൂണ് ഒരു 15 മിനിറ്റ് എങ്കിലും ഇട്ട് വെക്കണം. നാട്ടിൽ നിന്ന് പറമ്പെന്നൊക്കെ കിട്ടുന്ന കൂണാണെങ്കിൽ വൃത്തിയാക്കാൻ കുറച്ച് പണിയുണ്ട്. ഞാൻ വാങ്ങിച്ച ഈ കൂണാണെങ്കിൽ വൃത്തിയാക്കാൻ കാര്യമായിട്ടൊന്നും കണ്ടില്ല. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ തേങ്ങ ചിരകി വെച്ചത് വാങ്ങിക്കാൻ കിട്ടും. ചെറുതും വലുതായിട്ടുള്ള ബോക്സിൽ അവൈലബിൾ ആണിത്. തേങ്ങ വറുക്കാനായിട്ട് ആദ്യം പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 പിടി തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ ജീരകം, ഇത് രണ്ടും ചേർത്ത് തേങ്ങ നന്നായി മൂത്ത് വരുന്നത് വരെ നന്നായി ഇളക്കുക. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന്റെ രണ്ടിന്റെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കിയിട്ട് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. നന്നായി തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലോട്ടേക്ക് മാറ്റിയിട്ട് നല്ലോണം അരച്ചെടുക്കും കൂടി ചെയ്യുന്നുണ്ട്. എന്റെ വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാട് കണ്ട് പാവം തോന്നിയിട്ട് ഇടയ്ക്ക് കയറി വന്ന കെട്ടിയാൻ പിന്നെ അങ്ങോട്ടുള്ള കുക്കിങ്ങുകളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മൺചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഒരു വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കുക്ക് ചെയ്ത് കിട്ടുവേ. ഇതിലേക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും സമയമാണ് കൂണ് ഞാൻ ആ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. എന്നിട്ട് ഈ ഒരു ടൈം ആവുമ്പോൾ വേറൊരു നല്ല വെള്ളത്തിലും കൂടി കഴുകി എടുത്തിട്ടാണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളക്കുന്നതുവരെ വെയിറ്റ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം കറിയിൽ വറുത്തിടാനായിട്ട് കുനുകുനാന്നരിഞ്ഞ ഉള്ളി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3-4 വറ്റൽമുളകും കൂടി ചേർത്ത് ഉള്ളി ജസ്റ്റ് ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നേരത്തെ 2 തവണ വെളിച്ചെണ്ണ യൂസ് ചെയ്തതുകൊണ്ടാണ് ഇതിലധികം വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുന്നത്. ഉള്ളിയും വറ്റൽമുളകും കൂടി വറുത്തിട്ട ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് കറിയിൽ മിക്സ് ചെയ്ത ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി തയ്യാറാക്കി കഴിഞ്ഞ് കുറച്ച് വീഡിയോഗ്രാഫി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചപ്പാത്തിയുടെ കൂടെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അമ്മയുടെ കൈപ്പുണ്യം അതേപോലെ കിട്ടിയിട്ടുണ്ടെന്ന് കെട്ടിയാൻ ചുമ്മാ ഒന്ന് പൊക്കി അടിക്കും കൂടി ചെയ്തപ്പോൾ ഞാൻ ഹാപ്പിയായി. ഇനി കൂണ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.